Hello everyone, welcome to Triple Technical Class. നമ്മുടെ ഇന്ന് ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സിൻ്റെ 9ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എനർജി മീറ്ററാണ്. ഓക്കെ, പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനും ഈ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന എനർജി മീറ്ററിൻ്റെ കൺസ്ട്രക്ഷനും ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, അവിടെ നമ്മൾ ഇൻഡക്ഷൻ പ്രിൻസിപ്പൾ ആയിരുന്നു യൂസ് ചെയ്ത്. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നതും ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ കോമൺലി എനർജി മീറ്റേഴ്സിനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പഴയ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, എനർജി മീറ്റർ ഏത് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റാണ്? എനർജി മീറ്റർ ഒരു ഇൻറ്റിഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റാണ്. അതെല്ലാവരും ഓർത്ത് വെക്കുക. അപ്പോൾ എനർജി മീറ്റർ പഠിക്കുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് ബേസിക് ടേംസ് ഒന്ന് നോക്കാം. അപ്പം നമുക്കെല്ലാവർക്കും അറിയായിരിക്കും എനർജി എന്ന് വെച്ചാൽ എന്തുവാ? എനർജി എന്ന് വെച്ചാൽ നമ്മളൊരു പർട്ടിക്കുലർ ടൈം പീരിയഡിൽ എത്ര എമൗണ്ട് ഓഫ് പവർ കൺസ്യൂം ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം, അല്ലെങ്കിൽ വേറെ എങ്ങനെ പറയാം, എനർജി ഈസ് ഈക്വൽ ടു ഇൻറ്റിഗ്രേഷൻ ഓഫ് പവർ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്തുവാ? പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. ഓക്കെ, അപ്പോൾ ടൈമിൻ്റെ യൂണിറ്റോ? ടൈമിൻ്റെ യൂണിറ്റ് അവറാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഈ എനർജി മീറ്ററിനെ ചിലയിടത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ വാട്ട് അവർ മീറ്റർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ യൂണിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? വാട്ട് അവർ. അപ്പോൾ ചില ബുക്കിലൊക്കെ അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ വാട്ട് അവർ മീറ്റർ എന്നാണ് പറയുന്നത്. ഇത് തന്നെ എനർജി മീറ്ററിനെ നമ്മൾ വാട്ട് അവർ മീറ്റർ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എനർജി എങ്ങനെ പറയാം? എനർജി ഈസ് ദ എമൗണ്ട് ഓഫ് പവർ കൺസ്യൂംഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഓക്കെ, അതാണ് എനർജിയുടെ ഡെഫിനീഷൻ. അതുപോലെ തന്നെ എനർജി മീറ്റർസ് എവിടെയായി നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ഈ എനർജി മീറ്ററിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ സിംഗിൾ ഫേസ് എനർജി മീറ്റർ, അതിൽ ഫേസും ന്യൂട്രലും മാത്രം കാണത്തുള്ളൂ. അതൊക്കെ നമ്മൾ വീട്ടിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡൊമസ്റ്റിക് പർപ്പസിനൊക്കെ സിംഗിൾ ഫേസ് എനർജി മീറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 3 ഫേസ് എനർജി മീറ്റേഴ്സ് ഉണ്ട്. 3 ഫേസ് എനർജി മീറ്റേഴ്സ് ആകുമ്പോൾ അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ 3 ഫേസ് 3 വയർ ഉണ്ട്. അതുപോലെ തന്നെ 3 ഫേസ് 4 വയർ സിസ്റ്റം ഉണ്ട്. ഓക്കെ, 3 ഫേസ് 3 വയർ എന്ന് പറയുമ്പോൾ അതിൽ 3 ഫേസ് മാത്രമേ കാണത്തുള്ളൂ, RYB. അതുപോലെ തന്നെ 3 ഫേസ് 4 വയർ സിസ്റ്റം ആകുമ്പോൾ അതിൽ 4 വയർ കാണും, RYB. അതുകൂടാതെ ന്യൂട്രലും കാണും. ഓക്കെ, അപ്പോൾ 3 ഫേസ് 4 വയർ സിസ്റ്റം അല്ലെങ്കിൽ 3 ഫേസ് 3 വയർ സിസ്റ്റം ഒക്കെ നമ്മൾ ഇൻഡസ്ട്രീസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ എനർജി മീറ്റർ റെക്കോർഡ് ചെയ്യുന്ന എനർജി അതിൻ്റെ യൂണിറ്റ് എങ്ങനെയായിരിക്കും? ഇതിൻ്റെ യൂണിറ്റ് കിലോ വാട്ട് അവറിലാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ എത്ര? 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1 കിലോ വാട്ട് അവർ. ഓക്കെ, ഈ 1 കിലോ വാട്ട് അവർ എന്ന് വെച്ചാൽ എന്തുവാ? എന്ന് വെച്ചാൽ 1 കിലോ വാട്ട്. ഓക്കെ, എന്ന് വെച്ചാൽ 1 കിലോ എന്ന് വെച്ചാൽ 1000 വാട്ട്സാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്തുവാന്ന് വെച്ചാൽ 1 കിലോ വാട്ട് ഓഫ് പവർ കൺസ്യൂംഡ് ഇൻ 1 അവർ ഈസ് 1 യൂണിറ്റ് ഓഫ് എനർജി. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻഡക്ഷനെ പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ വർക്കിംഗ്. ഇത് കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസ് ആയിരുന്നു. ഇനി നമുക്ക് സിംഗിൾ ഫേസ് എനർജി മീറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. അപ്പോൾ ഇതിനെ തന്നെ മെയിനായിട്ട് നമ്മൾ 4 പാർട്സിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് മെക്കാനിസം അനുസരിച്ച് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് സിസ്റ്റം, രണ്ടാമത്തെ മൂവിങ് സിസ്റ്റം, മൂന്നാമത്തെ ബ്രേക്കിംഗ് സിസ്റ്റം, നാലാമത്തെ രജിസ്റ്ററിംഗ് മെക്കാനിസം. ഓക്കെ, അല്ലെങ്കിൽ റെക്കോർഡിംഗ് മെക്കാനിസം. അങ്ങനെ നമ്മൾ ഇതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ പഠിച്ചായിരുന്നു. അതുപോലത്തെ തന്നെ കുറേ ടേംസ് ഒക്കെ ഇതിലും വരുന്നുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, കുറേയൊക്കെ വർക്കിംഗ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 2 ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ട്. ഒന്ന് ഷണ്ട് മാഗ്നറ്റ്, രണ്ടാമത്തത് സീരീസ് മാഗ്നറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ കോർ നമ്മൾ സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാം
ഇതിൻ്റെ ഈ ഷണ്ട് മാഗ്നറ്റിൻ്റെ സെൻട്രൽ ലിമ്പിലാണ് നമ്മൾ കുറച്ച് കോയിൽസിനെ വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിനെ നമ്മൾ പ്രഷർ കോയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഒന്ന് നോക്കാം. നോക്കിക്കുക, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതിപ്പം സിംഗിൾ ഫേസ് ആയതുകൊണ്ട് ഇത് ഫേസ് ആയിരിക്കും, ഈ താഴെ കാണുന്ന ന്യൂട്രൽ. ഓക്കെ, ഇപ്പം ഫേസിൽ നിന്ന് ഇങ്ങനെ കണക്ഷൻ കയറി വന്ന് ഇവിടെ കുറേ കോയിൽസ് കാണും, കുറേ നമ്പർ ഓഫ് ടേൺസ് കാണും. അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ പോയിന്റ് വന്ന് ന്യൂട്രൽ പോയിന്റിലോട്ട് വന്ന് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഫേസും ന്യൂട്രലിൻ്റെ അക്രോസ് ആയിട്ട്, അപ്പോൾ നമ്മൾ ഇതിനെ സപ്ലൈ വോൾട്ടേജിൻ്റെ അക്രോസ് ആയിട്ടാണ് ഈ ഒരു കോയിലിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കോയിലിൽ കൂടെ പാസ്സാകുന്ന കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഈ കാണിച്ചിരിക്കുന്ന I2 കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സപ്ലൈ വോൾട്ടേജ് V ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ സീരീസ് മാഗ്നറ്റ് നോക്കിക്കേ, അതിലും നമ്മൾ കുറച്ച് കോയിൽസിനെ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ആദ്യത്തെ ലിമ്പിലും അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ലിമ്പിലും കുറച്ച് കോയിൽസിനെ നമ്മൾ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ലോഡാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു ലോഡ് വഴി പാസ്സാകുന്ന കറണ്ട് തന്നെ ഈ ഒരു കോയിലിൽ കൂടെ പാസ്സാകുന്ന കറണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അപ്പോൾ ഈ സീരീസ് കോയിലിൽ കൂടെ പാസ്സാകുന്ന കറണ്ട് ലോഡ് കറണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു സീരീസ് മാഗ്നറ്റിൻ്റെ കോയിലിൽ കൂടെ പാസ്സാകുന്ന കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലോഡ് കറണ്ട് ആയിരിക്കും. ഓക്കെ, എന്നുവെച്ചാൽ ഇപ്പം ഈ I1 കറണ്ട് ഫ്ലോ ആകുവാണെങ്കിൽ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലോഡ് കറണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സീരീസ് മാഗ്നറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കോയിലിനെ നമ്മൾ കറണ്ട് കോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ലെസ് ടേൺസ്, കുറച്ച് നമ്പർ ഓഫ് ടേൺസ് മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ തന്നെ ഈ കറണ്ട് കോയിലിൽ യൂസ് ചെയ്തിരിക്കുന്ന കോയിൽസിൻ്റെ തിക്നെസ് കൂടുതലായിരിക്കും. ഓക്കെ, പക്ഷേ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഷണ്ട് മാഗ്നറ്റ് യൂസ് ചെയ്യുന്ന കോയിൽ, ഈ ഇടയ്ക്ക് കാണുന്ന കോയിലിനെ നമ്മൾ പ്രഷർ കോയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നോക്കിക്കാൻ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും, പക്ഷേ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോയിലിൻ്റെ തിക്നെസ് കുറവായിരിക്കും. ഓക്കെ, തിന്നായിട്ടുള്ള വയർസ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഷണ്ട് മാഗ്നറ്റും സീരീസ് മാഗ്നറ്റും. അതുപോലെ തന്നെ ഈ ഷണ്ട് മാഗ്നറ്റും അതുപോലെ തന്നെ സീരീസ് മാഗ്നറ്റിൻ്റെ ഗ്യാപ്പ്, ഈ ഒരു എയർ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഒരു അലുമിനിയം ഡിസ്ക് ഇരിക്കുന്നത്. ഓക്കെ, ഒരു അലുമിനിയം ഡിസ്ക്കാണ് നമ്മൾ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അലുമിനിയം ഡിസ്ക് ഒരു സ്പിൻഡിലായിരിക്കും അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന അതാണ് സ്പിൻഡിൽ. ഓക്കെ, എന്നുവെച്ചാൽ ഈ സ്പിൻഡിലും ഈ അലുമിനിയം ഡിസ്ക് ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഇവിടെ വന്ന് ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് നോക്കിക്കേ, ടു റെക്കോർഡിംഗ് മെക്കാനിസം എന്ന് വെച്ചാൽ ഈ ഡിസ്കും ഈ സ്പിൻഡിലും ഒരുമിച്ചായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഗിയർ മെക്കാനിസം ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പണ്ടത്തെയൊക്കെ എനർജി മീറ്റേഴ്സ് കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു ബോക്സ് പോലെ കാണും, അതിൽ കുറേ സെക്ഷനിൽ ഇങ്ങനെ നമ്പേഴ്സ് ഒക്കെ വരും. അപ്പം പണ്ടത്തെ എനർജി മീറ്റേഴ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഇത് ഒരു ഡിസ്ക് ഇങ്ങനെ ഇടയ്ക്ക് കിടന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ടോപ്പ് പോർഷനിലൊരു ഇങ്ങനെ ഡിജിറ്റ്സ് ഒക്കെ മാറി മാറി വരുന്ന ഒരു സെക്ഷൻ കാണും. അപ്പോൾ അതാണ് ഇവിടെ മുകളിലത്തെ സെക്ഷൻ. എന്ന് വെച്ചാൽ ഇവിടെ ഈ ഡിസ്ക് കിടന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഈ സ്പിൻഡിലും റൊട്ടേറ്റ് ചെയ്യും. ഇത് ഈ സ്പിൻഡിലിൻ്റെ ഈ ഒരു പോർഷനിൽ കുറച്ച് ഗിയർ മെക്കാനിസമും അതുപോലെ തന്നെ ഈ കൗണ്ടറൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാണും. ഓക്കെ, ഒരു സെറ്റിംഗ് കാണും. അപ്പോൾ അതാണ് ഒരു റെക്കോർഡിംഗ് മെക്കാനിസം. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ ഒരു ബ്രേക്കിംഗ് മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു പെർമനൻറ്റ് മാഗ്നറ്റാണ്. അതിൻ്റെ ഫങ്ഷൻ എന്തുവാന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഡിസ്ക് ഇപ്പം കിടന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഡിസ്കിൻ്റെ റൊട്ടേഷൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്കിംഗ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കോപ്പർ ഷെയ്ഡിങ് ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ വാട്ട് മീറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കിയപ്പോഴും പഠിച്ചതായിരുന്നു. അപ്പോൾ ഈ ഒരു കോപ്പർ ഷെയ്ഡിങ് ബാൻഡ്സിൻ്റെ ഫങ്ഷൻ എന്തുവാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഷണ്ട് മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് അതുപോലെ തന്നെ നമ്മുടെ ഈ സപ്ലൈ വോൾട്ടേജ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കാണും. ഓക്കെ, ആ ഒരു ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫേസ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പർ ഷെയ്ഡിങ് ബാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ നമ്മുടെ ഷണ്ട് മാഗ്നറ്റ് ക്യാരി ചെയ്യുന്ന പ്രഷർ കോയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ സീരീസ് മാഗ്നറ്റ് ക്യാരി ചെയ്യുന്നത് കറണ്ട് കോയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു ഈ ഒരു പ്രഷർ കോയിൽ വഴി പാസ്സാകുന്ന കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ കറണ്ട് കോയിൽ വഴി പാസ്സാകുന്ന കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലോഡ് കറണ്ട് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കോയിൽ വഴി കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിലൊരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സപ്പോസ് ഈ ഒരു പ്രഷർ കോയിൽ വഴി I2 കറണ്ട് ഫ്ലോ ആകുക, അപ്പോൾ ഇതൊരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ ഒരു ഫ്ലക്സിനെ നമ്മൾ φ2 വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കറണ്ട് കോയിൽ വഴി ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ
ഇതും ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ നമ്മൾ φ1 വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പ്രീവിയസ് ക്ലാസ്സിലും പറഞ്ഞായിരുന്നു, ഒരു കോയിലിൽ കൂടെ കറണ്ട് പാസ് ആകുമ്പോൾ അതിൻ്റെ ഫ്ലക്സും ആ കറൻറ്റും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ I2 കറണ്ട് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഈ φ2 ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കറണ്ട് കോയിൽ വഴി I1 കറണ്ട് ഫ്ലോ ആകുകയാണെങ്കിൽ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു φ1 ആയിരിക്കും. ഓക്കെ, പ്രീവിയസ് ക്ലാസ്സിലും ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഈ കോയിൽസ് വഴി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതിൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു φ1 ഫ്ലക്സും അതുപോലെ തന്നെ ഈ ഒരു φ2 ഫ്ലക്സും നമ്മുടെ അലുമിനിയം ഡിസ്കായിട്ട് ലിങ്ക് ചെയ്യും. എന്ന് വെച്ചാൽ ഇതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ AC സപ്ലൈയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു φ1 ഫ്ലക്സും അതുപോലെ തന്നെ ഈ φ2 ഫ്ലക്സും രണ്ടും ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഈ അലുമിനിയം ഡിസ്കുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഫാരഡേ ലോ അനുസരിച്ച് ഇതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ EMF ഈ ഡിസ്കിൽ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എഡ്ഡി കറൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ രണ്ട് എഡ്ഡി കറൻറ്റ്സ് ആയിരിക്കും ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ഷണ്ട് മാഗ്നറ്റ് വഴി ഇൻഡ്യൂസ് ആകുന്ന എഡ്ഡി കറണ്ട്, അതുപോലെ തന്നെ സീരീസ് മാഗ്നറ്റ് വഴി ഇൻഡ്യൂസ് ആകുന്ന രണ്ടാമത്തെ എഡ്ഡി കറണ്ട്. ഓക്കെ, അങ്ങനെ രണ്ട് എഡ്ഡി കറൻറ്റ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. M2 എന്ന് വെച്ചാൽ ഷണ്ട് മാഗ്നറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ M1 എന്ന് എഴുതിയിട്ടുണ്ട്. M1 എന്ന് വെച്ചാൽ സീരീസ് മാഗ്നറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തുവാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു M2 ഇലക്ട്രോ മാഗ്നറ്റ് വഴി നമ്മുടെ അലുമിനിയം ഡിസ്കിൽ ഒരു എഡ്ഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ എഡ്ഡി കറണ്ട് നമ്മുടെ M1 ഇലക്ട്രോ മാഗ്നറ്റിൽ പ്രൊഡ്യൂസ് ആകുന്ന മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ സിമിലർലി ഈ M1 ഇലക്ട്രോ മാഗ്നറ്റ് വഴി നമ്മുടെ അലുമിനിയം ഡിസ്കിൽ ഒരു എഡ്ഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ എഡ്ഡി കറണ്ട് നമ്മുടെ ഷണ്ട് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് റിയാക്ട് ചെയ്യും. എന്ന് വെച്ചാൽ രണ്ട് എഡ്ഡി കറൻറ്റ്സും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഡിസ്കിൽ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഈ ഡിസ്ക് ഈ രണ്ട് ഫീൽഡിൻ്റെ ഇടയ്ക്ക് കടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്കിൻ്റെ റൊട്ടേഷൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രേക്കിംഗ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബ്രേക്കിംഗ് മാഗ്നറ്റും പെർമനൻറ്റ് മാഗ്നറ്റാണ്. ഓക്കെ, എന്നുവെച്ചാൽ നോർത്ത് പോളും സൗത്ത് പോളും ഇവിടെ കാണും. അപ്പോൾ ഈ ഡിസ്ക് നമ്മുടെ ഈ ബ്രേക്കിംഗ് മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളിൻ്റെ ഇടയ്ക്ക് കടന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഡിസ്കിൽ എഡ്ഡി കറൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ എഡ്ഡി കറൻറ്റ്സ് നമ്മുടെ ഈ ബ്രേക്കിംഗ് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഡിസ്കിൽ ഒരു ബ്രേക്കിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ ആ ബ്രേക്കിംഗ് ടോർക്ക് എപ്പോഴും നമ്മുടെ ഡിസ്കിൻ്റെ റൊട്ടേഷനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും പ്രൊഡ്യൂസ് ആകുന്നത്. ഓക്കെ, ഒപ്പോസ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് ആ ഡിസ്കിൻ്റെ റൊട്ടേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഈ ഡിസ്കിൻ്റെ റൊട്ടേഷൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്കിംഗ് മാഗ്നറ്റിൻ്റെ പൊസിഷനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ടോർക്കിൻ്റെ ഇക്വേഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഞാൻ നേരിട്ടങ്ങ് പറയാം, അതിൻ്റെ ഡെറിവേഷൻ്റെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിൽ പ്രൊഡ്യൂസ് ആകുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, ഞാൻ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ TD വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫൈനൽ ഇക്വേഷൻ നേരിട്ടങ്ങ് എഴുതുക. TD ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു VI cos φ ആയിരിക്കും. ഓക്കെ, VI cos φ എന്ന് പറയുമ്പം ഇത് നമ്മുടെ പവർ കൺസ്യൂംഡ് ബൈ ലോഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ബ്രേക്കിംഗ് ടോർക്ക് കിട്ടുന്നത് അത് ഞാൻ TB വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ഓഫ് ദ ഡിസ്ക് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഡിസ്കിൻ്റെ സ്പീഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡ് ആകുന്ന സമയത്ത് ഈ TB ബ്രേക്കിംഗ് ടോർക്ക്, ഓക്കെ, കോൺസ്റ്റൻറ്റ് സ്പീഡ് ആകുമ്പോൾ TB ബ്രേക്കിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു TD ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ബ്രേക്കിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആയിരിക്കും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? N ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു VI cos φ. ഇനി നമുക്കിതിനെ ടൈം വെച്ചിട്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ കിട്ടും നമുക്ക്? NT ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു VI cos φ ഇൻറ്റു T. എന്ന് വെച്ചാൽ ഈ VI cos φ എന്ന് വെച്ചാൽ എന്തുവാ? VI cos φ എന്ന് വെച്ചാൽ പവറാണ്. പവർ ഇൻറ്റു ടൈം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു പവർ ഇൻറ്റു ടൈം എന്ന് വെച്ചാൽ എന്തുവാ? P ഇൻറ്റു T എന്ന് വെച്ചാൽ എന്തുവാ? അതാണ് നമ്മുടെ എനർജി. ഓക്കെ,
അതാണ് നമ്മുടെ എനർജി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എൻ ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി ടി ആയില്ലേ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ പറയാം? ദ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ ടൈം ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എനർജി സപ്ലൈഡ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന റെവല്യൂഷൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റെവല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എനർജി ആയിരിക്കും. നമുക്ക് ഡയറക്ട്ലി എനർജിയുടെ റീഡിങ് തരും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് നോട്ട്സ് നോക്കാം. കൺസ്ട്രക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. 4 മെയിൻ പാർട്സ് ഓഫ് ഓപ്പറേറ്റിംഗ് മെക്കാനിസംസ് ആർ ഡ്രൈവിംഗ് സിസ്റ്റം, മൂവിംഗ് സിസ്റ്റം, ബ്രേക്കിംഗ് സിസ്റ്റം ആൻഡ് രജിസ്റ്ററിംഗ് ഓർ റെക്കോർഡിംഗ് മെക്കാനിസം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡ്രൈവിംഗ് സിസ്റ്റം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഇലക്ട്രോമാഗ്നറ്റ് ഹൂസ് കോർ ഈസ് മേഡ് അപ്പ് ഓഫ് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ്. ഓക്കെ, ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. These 2 electromagnets are called series and shunt magnet. The coil of series magnet is excited by load current called current coil. The coil of shunt magnet is connected across the supply and is excited by a current proportional to the supply voltage called pressure coil. Okay, copper shading bands are provided on the central limb. The function of these bands is to bring the flux produced by the shunt magnet എക്സാക്ട്ലി ഇൻ ക്വാഡ്രേച്ചർ വിത്ത് ദ അപ്ലൈഡ് വോൾട്ടേജ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഷണ്ട് മാഗ്നറ്റ് വഴി പ്രൊഡ്യൂസ് ആകുന്ന ഫ്ലക്സ് അതുപോലെ തന്നെ നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജിൻ്റെ ഇടയ്ക്ക് ഒരു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കാണും. ഓക്കെ, അതാണ് ഈ ക്വാഡ്രേച്ചർ എന്ന് വെച്ചാൽ 90 ഡിഗ്രി ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാനിവിടെ ഒത്തിരി ഡീപ്പായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി നമുക്ക് മൂവിങ് സിസ്റ്റം നോക്കാം. Light aluminum disc is mounted on a light alloy shaft. The disc is positioned in the gap between series and shunt magnets. Okay, there are no spring and no controlling torque. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ് ക്ലാസ് ഇപ്പോൾ അറ്റൻഡ് ചെയ്തവർക്ക് അറിയായിരിക്കും. ഇതിൽ ഡിസ്കിൻ്റെ റൊട്ടേഷനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ നമ്മളൊരു ഫൈനൽ പൊസിഷനിൽ കൊണ്ടുവന്ന് നിർത്തുന്നില്ല. ഇപ്പോൾ നമ്മൾ പ്രീവിയസ് കേസിൽ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് നോക്കിയപ്പോൾ അതിൻ്റെ പോയിൻ്ററിനെ നമുക്കൊരു ഫൈനൽ പൊസിഷനിൽ കൊണ്ടുവന്ന് നിർത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പ്രിങ്സ് യൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ അങ്ങനെ ഡിസ്കിൻ്റെ സ്പീഡിനെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ കൺട്രോളിംഗ് ടോർക്കൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ദ ടൈം വേരിങ് സിനുസോയിഡൽ ഫ്ലക്സസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഷണ്ട് ആൻഡ് സീരീസ് മാഗ്നറ്റ് ഇൻഡ്യൂസസ് എഡ്ഡി കറൻറ്റ്സ് ഇൻ ദ അലുമിനിയം ഡിസ്ക്. ഓക്കെ, the interaction between these 2 magnetic fields and eddy currents set up a driving torque in the disk. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ എഡ്ഡി കറൻറ്റും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഓഫ് ദ ഡിസ്ക് ഈസ് therefore proportional to the energy consumed by the load in a certain time interval and is commonly measured in kilowatt hour. KWH അതിൻ്റെ റീഡിംഗ് കിട്ടുന്നത്. ഇനി നമുക്ക് ബ്രേക്കിംഗ് സിസ്റ്റം നോക്കാം. A permanent magnet is placed near aluminum disc for braking mechanism. പെർമനൻറ്റ് മാഗ്നറ്റ് ആണ് നമ്മളതിൽ യൂസ് ചെയ്തേക്കുന്നത്, അത് ഞാൻ പറഞ്ഞതാണ്. When the disc rotates in the gap between the poles of the brake magnet, eddy currents are set up in the disc. Okay, these currents react with the brake magnet field and provide a required braking torque. The position of this magnet is adjustable and hence braking torque is adjusted by shifting the position of the braking magnet. The speed of the disc is adjusted by adjusting the position of brake magnet. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഡീപ്പായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇനി അടുത്തത് നോക്കാം. രജിസ്റ്ററിംഗ് ഓർ റെക്കോർഡിംഗ് മെക്കാനിസം. ഇറ്റ് റെക്കോർഡ് continuously a number which is proportional to the revolutions made by the disk. Okay, ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. കൺസ്ട്രക്ഷൻ ഈസ് സിമ്പിൾ ആൻഡ് സ്ട്രോങ്, ചീപ്പ് ഇൻ കോസ്റ്റ്, മോർ അക്യുറസി, ലെസ് മെയിൻ്റനൻസ്. റേഞ്ച് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോർമർ. ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോർമർ ഏതൊക്കെ? കറണ്ട് ട്രാൻസ്ഫോർമറും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമറും. ഓക്കെ, അതിനെ നമ്മൾ CT/PT എന്ന് പറയാറുണ്ട്, അത് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഇറ്റ് ക്യാൻ ബി ഓൺലി യൂസ്ഡ് ഫോർ AC സർക്യൂട്ട്സ്. AC യിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അതുപോലെ തന്നെ ക്രീപ്പിംഗ് കോസസ് എറർസ് എന്ന് വെച്ചാൽ ക്രീപ്പിംഗ് കാരണം ഇതിൽ എറർസ് ഉണ്ടാകാറുണ്ട്. ക്രീപ്പിംഗ് എറർ എന്ന് പറയാം. അപ്പോൾ ഇനി നമുക്ക് ക്രീപ്പിംഗ് എറർ എന്തുവാണെന്ന് നമുക്കൊന്ന് നോക്കാം. സപ്പോസ് നമ്മളൊരു എനർജി മീറ്ററിൽ സപ്ലൈ കൊടുത്തു, പക്ഷെ ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ലോഡ് ഇല്ലാത്തത് കൊണ്ട് സീരീസ് മാഗ്നറ്റ് വഴി അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് കോയിൽ വഴി കറണ്ടൊന്നും പാസ് ചെയ്യത്തില്ല. ഓക്കെ, പക്ഷേ നമ്മുടെ പ്രഷർ കോയിൽ സപ്ലൈയുടെ അക്രോസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രഷർ കോയിൽ എക്സൈറ്റ് ആകും. പ്രഷർ കോയിൽ എക്സൈറ്റ് ആകുന്ന കാരണം നമ്മുടെ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ക്രീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡിസ്കിൻ്റെ രണ്ട് എൻഡിൽ 180 ഡിഗ്രി ഓപ്പോസിറ്റായിട്ട് രണ്ട് ഹോൾസ് ഇടും. ഓക്കെ, 180 ഡിഗ്രി ഓപ്പോസിറ്റായിട്ട് രണ്ട് ഹോൾസ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഹോൾസ് ഇടുമ്പോൾ എന്തുവാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഹോൾസ് നമ്മുടെ ഷണ്ട് മാഗ്നറ്റ് പോളിൻ്റെ അണ്ടറിൽ വരുമ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്റ്റോർട്ടാകും. ഓക്കെ, അങ്ങനെ ഡിസ്റ്റോർട്ടാകുമ്പോൾ ഈ ഡിസ്കിൽ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡിസ്കിൻ്റെ റൊട്ടേഷനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ആ ഡിസ്കിൻ്റെ റൊട്ടേഷനെ അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോട്ട്സ് നോക്കാം. ഇറ്റ് ഈസ് സീൻ ദാറ്റ് വിത്തൗട്ട് എനി കറണ്ട് ത്രൂ ദ കറണ്ട് കോയിൽ disk rotates due to supply voltage exciting its pressure coil. This is called creeping. To eliminate this, two holes are drilled in the disk 180 degree opposite to each other. When this holes comes under the shunt magnet pole, it gets acted upon by a torque opposite to its rotation. This restricts its rotation on no load condition. അപ്പോൾ സിംഗിൾ ഫേസ് എനർജി മീറ്ററിൻ്റെ കൺസ്ട്രക്ഷനും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ഇത്രയേ ഉള്ളായിരുന്നു. ഇനി നമുക്ക് 3 ഫേസ് എനർജി മീറ്ററിൻ്റെ ജസ്റ്റ് കൺസ്ട്രക്ഷനൊക്കെ ഒന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ നോട്ട്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ക്ലാസ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഇതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ജസ്റ്റ് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം. അപ്പോൾ നമ്മൾ ഈ സിംഗിൾ ഫേസ് എനർജി മീറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ പോലെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു 3 ഫേസ് എനർജി മീറ്റർ ആണെങ്കിൽ അതിൻ്റെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ 3 ഫേസ് 4 വയർ, അതുപോലെ തന്നെ രണ്ടാമത്തെ 3 ഫേസ് 3 വയർ സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 ഫേസ് 4 വയർ സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ 3 എലമെൻ്റ് എനർജി മീറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫിഗർ 3 എലമെൻ്റ് എനർജി മീറ്ററിൻ്റെ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 3 ഫേസ് 3 വയർ സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ 2 എലമെൻ്റ് എനർജി മീറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ 2 എലമെൻ്റ് എനർജി മീറ്റർ എന്തുവാന്ന് വെച്ചാൽ നമ്മളിപ്പം പണ്ട് പഠിച്ചിട്ടുണ്ട്. ഈ വാട്ട് മീറ്റർ പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് മീറ്ററിൻ്റെ 2 വാട്ട് മീറ്റർ മെത്തേഡ് പവർ മെഷർമെൻ്റ് ഉണ്ട്. ഓക്കെ, 3 ഫേസിലേക്ക്. അപ്പോൾ ആ മെത്തേഡ് തന്നെ ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, 2 വാട്ട് മീറ്റർ മെത്തേഡിനെ പോലെ തന്നെ ഈ 2 എലിമെൻ്റ് എനർജി മീറ്റർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ 3 എലമെൻറ്റ് കാണും. എന്ന് വെച്ചാൽ ഇത് ഓരോ 3 എലിമെൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വേണ്ട ഇവിടെ ഒരു ഷണ്ട് മാഗ്നറ്റ് ഉണ്ട്, അതിൻ്റെ താഴെ തന്നെ സീരീസ് മാഗ്നറ്റ് ഉണ്ട്. അങ്ങനെ 3 എണ്ണം സിംഗിൾ ഫേസ് എനർജി മീറ്ററിനെ പോലെ തന്നെ ഇതിൽ 3 എണ്ണം കാണും. ഓക്കെ, അപ്പോൾ ഇതിൽ 3 പ്രഷർ കോയിൽസ് ഉണ്ട്. അതിനെ നമ്മൾ P വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒന്ന് P1, P2, P3. ഓക്കെ, അതുപോലെ തന്നെ 3 കറണ്ട് കോയിലുണ്ട്. അതിനെ നമ്മൾ C1, C2, C3 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ഷൻ ഒന്ന് നോക്കിക്കേ. ഇതിൻ്റെ കണക്ഷനിൽ ഇപ്പോൾ RYB 3 ഫേസ് ഇവിടെ താഴെ എഴുതിയിട്ടുണ്ടോ, RYB, അതുപോലെ തന്നെ ന്യൂട്രൽ. അപ്പോൾ RYB 3 ഫേസിൽ നിന്നും ഓരോന്ന് നമ്മുടെ ഷണ്ട് മാഗ്നറ്റ് അതുപോലെ തന്നെ സീരീസ് മാഗ്നറ്റിലോട്ട് ഓരോ ഫേസിൽ നിന്ന് കണക്ഷൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഷണ്ട് മാഗ്നറ്റ് സപ്ലൈയുടെ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? സപ്ലൈയുടെ അക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഷണ്ട് മാഗ്നറ്റിൻ്റെ രണ്ടാമത്തെ പോയിന്റ് ഒന്ന് നോക്കിക്കേ. രണ്ടാമത്തെ ടെർമിനൽ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ന്യൂട്രലിലോട്ട് കണക്ട് ചെയ്ത്, എന്ന് വെച്ചാൽ അത് സപ്ലൈയുടെ അക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കറണ്ട് കോയിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? ലോഡിൻ്റെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കേ, ഓരോ RYB 3 ഫേസിൽ നിന്ന് വന്ന് ഓരോ കറണ്ട് കോയിലിലോട്ട് കണക്ഷൻ പോയിട്ട് അതിൻ്റെ അടുത്ത ടെർമിനൽ സെപ്പറേറ്റ് RYB 3 പോയിന്റിലോട്ട് വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് കണക്റ്റ് ആകുന്നത്. എന്ന് വെച്ചാൽ അത് ലോഡിൻ്റെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷൻ ആർക്കെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലെ ഫിഗർ നോക്കിയാൽ മതി. നമ്മുടെ ഇവിടെ C1, C2, C3 ഉണ്ട്. അതുപോലെ തന്നെ P1, P2, P3. അപ്പോൾ നമ്മൾ കറണ്ട് കോയിലെല്ലാം ലോഡിൻ്റെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, RYB. അതുപോലെ തന്നെ പ്രഷർ കോയിലെല്ലാം
നമ്മൾ വോൾട്ടേജ് അല്ലെങ്കിൽ സപ്ലൈയുടെ അക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ടെർമിനലെല്ലാം നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഒരുമിച്ച് കൊണ്ടുവന്ന് ന്യൂട്രൽ പോയിന്റിലോട്ടാണ് കൊണ്ടുവന്ന് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ സൈഡിൽ ലോഡാണ് ഇവിടുന്ന് സപ്ലൈ ചെയ്യാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം ഒറ്റ ഒരു കേസിങ്ങിലായിരിക്കും കാണുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിലൊരു കോമൺ ആയിട്ടൊരു സ്പിൻഡിൽ കാണും. ഈ ഒരു സ്പിൻഡിലായിരിക്കും ഈ 3 ഡിസ്കും, ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ 3 ഡിസ്കും അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ഡിസ്കും ഈ സ്പിൻഡിലും ഒരുമിച്ചായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് കോമൺ ആയിട്ടുള്ള ഒരു ഗിയറിംഗ് മെക്കാനിസമും അതുപോലെ തന്നെ രജിസ്റ്ററിങ് മെക്കാനിസമും കാണും. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ നിന്നും പ്രൊഡ്യൂസ് ആകുന്ന നെറ്റ് ടോർക്ക്, ഈ 3 ഡിസ്കും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും പ്രൊഡ്യൂസ് ആകുന്ന നെറ്റ് ടോർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഈ 3 എലിമെൻറ്റ്സ് വഴി ഉണ്ടാകുന്ന ടോർക്കിൻ്റെ സം ആയിരിക്കും. ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ പറയാം? ദ നെറ്റ് ടോർക്ക് പ്രൊഡ്യൂസ്ഡ് ഇസ് ദ സം ഓഫ് ദ ടോർക്സ് ഡ്യൂ ടു ഓൾ ദ 3 എലിമെൻറ്റ്സ്. ഓക്കെ, ആ ഒരു നെറ്റ് ടോർക്ക് വഴി നമ്മുടെ ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്ന റീഡിംഗ് ആണ് എനർജി. ഓക്കെ, ഇപ്പോൾ 3 ഫേസിൻ്റെ ഇത്രയേ ഉള്ളൂ കൺസ്ട്രക്ഷൻ. ഇത് ഓൾമോസ്റ്റ് നമ്മുടെ സിംഗിൾ ഫേസിൻ്റെ കൺസ്ട്രക്ഷൻ പോലെ തന്നെ സിമിലറാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻഡക്ഷൻ ടൈപ്പ് സിംഗിൾ ഫേസ് എനർജി മീറ്ററും അതുപോലെ തന്നെ 3 ഫേസ് എനർജി മീറ്ററും പഠിച്ചു. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ നോക്കി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.